പിന്നെ അതുപോലെ അയാളുടെ ലൈഫിൽ ഒരുപാട് പാസ്റ്റ് ഇഷ്യൂസും പാസ്റ്റ് അല്ലെങ്കിൽ അയാളുടെ ഫാമിലി റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഒരുപാട് ജോബ് വൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും നാളും ആ ഒരു പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അയാളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ അതൊന്നും നോക്കിയിട്ട് ഇനി വലിയ കാര്യമില്ല, നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഇനി അയാൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ കിട്ടണമെങ്കിൽ ആ കാര്യങ്ങളിലോട്ടൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെ നിങ്ങളോട്ട് മാത്രം നോക്കുവാണെങ്കിൽ മാത്രമേ അയാൾക്ക് നിങ്ങളെ കിട്ടുള്ളൂ എന്നിപ്പോൾ ഒരു ബോധ്യം ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള എല്ലാ പാസ്റ്റ് കാര്യങ്ങളും അയാൾ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരാൻ അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ അതിനെ പറ്റിയാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് തന്നെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്തൊക്കെ ചേഞ്ചസ് അയാളുടെ ലൈഫിൽ വന്നാലും അയാൾ അതൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസും അയാളുടെ ലൈഫിൽ പാസ്റ്റിൽ ഉണ്ടായതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ വഴക്കും കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ എന്ത് പ്രോബ്ലം ആണോ ഉണ്ടായിട്ടുള്ളത് അത് എല്ലാം അയാൾ മനസ്സിലാക്കി അതുമൊക്കെ അതിൽ നിന്നൊക്കെ അയാൾ മാറ്റി അയാൾ ഫ്രണ്ടിലോട്ട് വരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് അയാൾക്ക് നിങ്ങളെയാണ് അയാളുടെ ലൈഫിൽ വേണ്ടത്. അപ്പോൾ അത് അയാളിപ്പോൾ ഒരുപാട് അയാൾ ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അയാളുടെ ചുറ്റുവട്ടത്തിൽ നിന്നൊക്കെ അയാൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അയാൾ കൂടുതൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ജീവിതം, ഒരു ലൈഫും ഒക്കെ ഇപ്പൊ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി അതാണ് ആ ഒരു പേഴ്സന്റെ. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഒരു അവേക്കനിങ് പോലുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അയാളുടെ കർമ്മഫലങ്ങളും അയാൾക്കുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ കാർമികമായിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ റിലേഷൻഷിപ്പിനും ഇപ്പൊ എല്ലാത്തിനും അയാൾക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്ര നാൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഡൗട്ട് അടിച്ച് നിന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. പക്ഷെ ഇപ്പൊ അയാൾക്ക് എല്ലാത്തിനും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ഉള്ളത് എല്ലാ അയാൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാളിപ്പോ പുതിയ ഒരു ഫ്രഷ് ഒരു സ്റ്റാർട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ബിഗിനിങ്ങിലോട്ട് അയാൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് ഇഷ്ടവും ആഗ്രഹങ്ങളും ഉണ്ട്. ആ ഒരു പേഴ്സണ് ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അയാളുടെ ഇഷ്യൂസ് കാരണം, അതുപോലെ തന്നെ നിങ്ങൾ അയാളെ ഇഗ്നോർ ചെയ്തതും ഒക്കെ അയാൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ട് അയാളിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിനൊക്കെ വേണ്ടി അയാൾ സ്വന്തമായിട്ട് ഇപ്പോൾ കുറെ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അയാൾ ഇത്ര നാളും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങൾക്കൊന്നും ഒരുങ്ങാത്തൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇനി കൂടുതലും അഡ്ജസ്റ്റ് ചെയ്തും